ഗുഡ് മോർണിംഗ്. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ 27 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കി. ഇന്നും 28 മുതലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, 28ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആണ്. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്, സെക്കൻഡ് സെന്റൻസും ഫോൾസ് ആണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആർ ബോത്ത് ഡ്യൂറബിൾ ആസ് വെൽ ആസ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പം രണ്ട് സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആണ്. അതിൽ തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ പിക്ക് ചെയ്യാനാണ്. ഗിഫ്റ്റ്സ് ഗിവൺ ടു എംപ്ലോയീസ് ആർ ഫാക്ടർ പേയ്മെന്റ് ആണോ ട്രാൻസ്ഫർ പേയ്മെന്റ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫാക്ടർ പേയ്മെന്റ് ആണ്. അതേപോലെ സാലറി എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ്? അതും ഫാക്ടർ പേയ്മെന്റിൽ വരുന്നതാണ്. നിങ്ങൾ ഫാക്ടർ പേയ്മെന്റും ട്രാൻസ്ഫർ പേയ്മെന്റും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ 29ാമത്തെ ക്വസ്റ്റ്യനും എന്താണ്? ട്രൂ ഓർ ഫാൾസ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ട്രൂ ഓർ ഫാൾസ് എഴുതാനാണ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ 29ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എ ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ്സ് റിസൾട്ട്സ് ഇൻ ദ റൈസ് ഇൻ ദ ഡിമാൻഡ് ഫോർ എ കോംപ്ലിമെന്ററി ഗുഡ്സ്. അപ്പോൾ പ്രൈസ് ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് റൈസ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കോംപ്ലിമെന്ററി ഗുഡ്സും അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും അതിന്റെ ആ ഒരു ഡിമാൻഡിന്റെ എഫക്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ വരുന്നത് വെച്ചാൽ വെൻ ഇൻകം ഓഫ് ദ ബയർ ഓഫ് ഗുഡ് എക്സ് റൈസസ് ആൻഡ് ദ ഡിമാൻഡ് ഫോർ ദി ഗുഡ് റൈസസ് ദെൻ എക്സ് ഈസ് ഇൻഫീരിയർ ഗുഡ്സ്. ഇൻഫീരിയർ ഗുഡ്സിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സ്ലോപ്പ് ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ദെൻ 30ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അതും ട്രൂ ഓർ ഫാൾസ് ആണ്. കോസ്റ്റിന്റെ ഭാഗത്ത് നിന്നാണ്. നമ്മൾ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് പഠിച്ചു വെക്കുക. എക്കണോമിക് കോസ്റ്റ് ഈസ് സെയിം ആസ് കോസ്റ്റ് ഇൻ ബിസിനസ് കോസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ABC ഫസ്റ്റ് ഫോൾസ് ദെൻ റൈസ്. കാരണം ABCയുടെ ഷേപ്പ് എന്ന് പറയുന്നത് യു ഷേപ്പ് ആണ്. അതുകൊണ്ട് ആദ്യം കുറയുകയും പിന്നെ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്രെഡിറ്റ് ക്രിയേഷൻ ഈസ് ഡൺ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണോ സെൻട്രൽ ബാങ്ക് ആണോ എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ നമുക്കറിയാം ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. ദെൻ M1 എന്ന് പറയുന്നത് കറൻസി വിത്ത് പബ്ലിക് ദെൻ ഡാഷ് കൊടുത്തിട്ട് അതിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണോ സേവിങ്സ് ആണോ എന്ന് പറയുന്നത് നമുക്കറിയാം. ഏതാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. M1 എന്ന് പറയുന്നത് CU പ്ലസ് DD ആണ്. കറൻസി ഡെപ്പോസിറ്റും ഡിമാൻഡ് ഡെപ്പോസിറ്റും ആണ്. കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് M1 എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഓർ ക്വസ്റ്റ്യൻ നോക്കിയാൽ അതിൽ ഓർ ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് ആണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ റെഫേഴ്സ് ദ പോളിസി ഓഫ് സെയിൽസ് ആൻഡ് പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. സത്യത്തിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ല, അത് സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ക്രിയേഷൻ സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു, അതും തെറ്റാണ്. ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ദെൻ 32ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ആർ കറക്റ്റ്. ഇതിൽ ഏത് ഇക്വേഷനാണ് കറക്റ്റ് എന്നാണ്. M1ഉം പ്രൈമറി ഡെഫിസിറ്റ് ഇതിന്റെ 2 ഇക്വേഷനും കറക്റ്റ് ആണ് തന്നേക്കുന്നത്. Bയും Cയും തെറ്റാണ്. Bയും Cയും കറക്റ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ദെൻ വരുന്നത് അതിനൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻക്രീസ് ഇൻ ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? എക്കോണമിയിലെ മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡ്യൂറിങ് ഇൻഫ്ലേഷൻ സെൻട്രൽ ബാങ്ക് ഡാഷ് ബാങ്ക് റേറ്റ്. ഇൻഫ്ലേഷൻ സമയത്ത് ബാങ്ക് റേറ്റും റിപ്പോ റേറ്റും ഒക്കെ എന്താണ് ചെയ്യുന്നത്? സെൻട്രൽ ബാങ്ക് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിലൂടെ നമുക്ക് മണി സപ്ലൈ കുറയ്ക്കാൻ വേണ്ടി പറ്റും. എക്കോണമിയിൽ മണി സപ്ലൈ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമ്മൾ ഇൻക്രീസ് ആണ് ടിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻറ്റു ഡിഫറെന്റ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. ബാങ്കിങ് സെക്ടേഴ്സും ഫിഷിങ്ങും ഏത് മേഖലയിൽ വരും എന്നുള്ളത്. ബാങ്കിങ് എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ്? ടേഷറി സെക്ടറിൽ വരുന്നത് അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ വരുന്നതാണ്. ഫിഷിംഗ് എന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ അതിലുള്ള ഓർ ക്വസ്റ്റ്യൻ നോക്കിയേ. അതിൽ കാറ്റഗറൈസ് ചെയ്യാനാണ്. ട്രാൻസ്ഫർ പേയ്മെന്റ് ആണോ ഫാക്ടർ പേയ്മെന്റ് ആണോ എന്ന് കാറ്റഗറൈസ് ചെയ്യാനാണ്. അതിൽ ടാക്സും ഉണ്ട്, ഇൻട്രസ്റ്റ് പേയ്മെന്റോ ലോൺസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതിൽ ടാക്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പേയ്മെന്റിലും ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഫാക്ടർ പേയ്മെന്റിലും വരുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ട്രൂ ഓർ ഫോൾസ് ആണ്. ട്രൂ ഓർ ഫോൾസിൽ ഫസ്റ്റ് സെന്റൻസ് 2 സെന്റൻസും എന്തുവാണ്? ശരിയായിട്ടുള്ള സെന്റൻസുകളാണ്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ദെൻ അതിലും ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ നോക്കി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഫ്രം ദ വേർഡ്സ് ഗിവൻ ബിലോ. ഇതിൽ പ്രൈമറി ഉണ്ട്, ടെർഷറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അപ്പോൾ 2 സെന്റൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. ട്രാൻസ്പോർട്ടേഷൻ ഈസ് എ പാർട്ട്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ടെർഷറി സെക്ടറിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ സർവീസ് സെക്ടറിന്റെ ഭാഗമാണ്. ദെൻ ട്രേഡിംഗ് ഈസ് എ പാർട്ട് ഓഫ് എന്താണ്? സെക്കൻഡറി സെക്ടർ. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ സെക്കൻഡറി സെക്ടറിന്റെ ഭാഗവുമാണ്. ഓക്കെ, ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, 35ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് 0.9 ആണോ 1 ആണോ എന്ന് പിക്ക് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന്
കണക്ക് ചെയ്ത് നോക്കുക. ഇതെന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പർസിറ്റി കൺസ്യൂം ആണ്. ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്ന ഇക്വേഷൻ നിങ്ങളിവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് സേവിങ്സ് ഇൻകം എന്ന് പറയുന്നത് 5000ഉം അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 500ഉമാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ 5000 നിന്ന് 500 കുറച്ച് 4500 ബൈ നമ്മൾ 5000 ചെയ്യുമ്പോഴത്തേക്കും 0.9 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 0.9 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്നൊരു ഇക്വേഷൻ നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ പി സി ഈക്വൽ ടു 1 എ പി എസ് ഈസ് ഡാഷ്. അപ്പോൾ എ പി സിയും എ പി എസും കൂടെ കൂട്ടുമ്പോൾ 1 കിട്ടും. അപ്പോൾ എ പി സി ഓൾറെഡി 1 എന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എ പി എസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ ബിയിലോട്ട് പോകാം. സെക്ഷൻ ബി എന്ന് പറയുന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് കണക്ക് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, 36ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കണക്കാണ്. അതിൽ 10 വർക്കേഴ്സ് ആയിരുന്നപ്പോഴത്തേക്ക് ആവറേജ് വേജ് എന്ന് പറയുന്നത് 120 ആണ്. ഒരു വർക്കേഴ്സും കൂടെ പുതിയതായിട്ട് വന്നപ്പോഴത്തേക്ക് ആവറേജ് വേജ് 125 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് പുതിയതായിട്ട് വന്ന ഡെയിലി വേജ് ഓഫ് ന്യൂ വർക്കർ. പുതിയതായിട്ട് വന്ന വർക്കറിന്റെ ഡെയിലി വേജ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പം 10 വർക്കർ ആയിരുന്നപ്പോൾ 120. അപ്പം നമുക്ക് മൊത്തത്തിലുള്ള വേജ് എന്ന് പറയുന്നത് 1200 എന്ന് കിട്ടും. 11 വർക്കർ ആയിരുന്നപ്പോഴത്തേക്ക് 125. അപ്പം നമുക്ക് 1375 എന്ന് കിട്ടും. ഓക്കെ, അപ്പം അത് തമ്മിൽ ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്ക് 175 എന്നുള്ളത് പുതുതായിട്ട് വന്ന വർക്കറിന്റെ വേജ് എന്ന് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. പുതുതായിട്ട് വന്ന ആളെ 11 × 125 മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്ക് പുതുതായിട്ട് വന്ന ആളുടെ വേജ് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ അതിനുള്ള ഓർ ക്വസ്റ്റ്യൻ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതേപോലെയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് മാർജിനൽ കോസ്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. മാർജിനൽ കോസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. മാർജിനൽ കോസ്റ്റിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ കാണുക, അതിന്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. മാർജിനൽ കോസ്റ്റ്, അതേപോലെ കോസ്റ്റിന്റെ ടേംസ് വരുന്ന എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്, ആ ടേംസ് വരുന്ന ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി ലോ ഓഫ് സപ്ലൈ ആണ് ചോദിച്ചിരിക്കുന്നത്. ലോ ഓഫ് സപ്ലൈ അറിയാം എന്തുവാണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ ആണ് നമ്മൾ എന്ന് പറയുന്നത് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. പ്രൈസ് കൂടുമ്പോഴത്തേക്കും സപ്ലൈ കൂടും. ഓക്കെ, അപ്പോൾ ലോ ഓഫ് സപ്ലൈയുടെ ഗ്രാഫും വരച്ചു വെക്കുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ PPC എന്ന ഗ്രാഫോട് കൂടി നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ PPC എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ഗുഡുകളുടെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ എന്തിൽ കാണിക്കുന്നത് PPCയിൽ കാണിക്കുന്നത്. ഓക്കെ, അതിനൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷനും മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൽ നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഗൈഡിൽ തന്നിട്ടുണ്ട് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും അതേപോലെ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷനും. ആ 2 കാര്യം നിങ്ങൾ നല്ലതുപോലെ കമ്പയർ ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ക്യാൻ റിസോഴ്സസ് ഗ്രോ ഇൻ ആൻ എക്കോണമി? എക്കോണമിയിൽ നമുക്ക് റിസോഴ്സിനെ എങ്ങനെയൊക്കെയാണ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ഗ്രോ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സിന്റെ ക്വാണ്ടിറ്റി കൂട്ടുക. അതേപോലെ ദിസ് ക്യാൻ ബി ഡൺ ബൈ ഇൻക്രീസിങ് ദ എമൗണ്ട് ഓഫ് ഫിസിക്കൽ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻ എക്കോണമി. എക്കോണമിയിൽ ഫിസിക്കൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക, അതേപോലെ ക്വാണ്ടിറ്റിയെ ഇൻക്രീസ് ചെയ്യുക. ആ രീതിയിലോട്ട് നമുക്ക് എക്കോണമിയിൽ എന്ത് ചെയ്യാം, റിസോഴ്സിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ 2 പോയിന്റ് അതിൽ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഹൗ ഈസ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഡിറ്റർമിൻഡ് ഷോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഷെഡ്യൂൾ. അപ്പം പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റ് പ്രൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഓക്കെ, ഡിമാൻഡ് സപ്ലൈ ഫോഴ്സസ് വെച്ചിട്ടാണ് മാർക്കറ്റ് പ്രൈസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതിൽ നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡും സപ്ലൈയും വരയ്ക്കുക, അതിൽ നിന്ന് നമുക്ക് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തും. ഇക്വിലിബ്രിയം പൊസിഷൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പ്രൈസും ക്വാണ്ടിറ്റിയും കിട്ടും. ഓക്കെ, അപ്പോൾ അത് നല്ലതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ ഗ്രാഫും വരച്ച് വയ്ക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈ ഒക്കെ പഠിച്ചത്. ഓക്കെ, ദെൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കൊളീസീവ് ഒളിഗോപോളി ആൻഡ് നോൺ കൊളീസീവ് ഒളിഗോപോളി. ഒളിഗോപോളിയിൽ വരുന്നതാണ് കൊളീസീവ് ഒളിഗോപോളിയും നോൺ കൊളീസീവ് ഒളിഗോപോളിയും. ഡെപ്പോ ഒളിഗോപോളി, മോണോപോളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, അങ്ങനെ മാർക്കറ്റ് സിറ്റുവേഷൻസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നമ്മൾ മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴത്തേന് ഇത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഭാഗം ഒന്ന് നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് എക്സസ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി, വാട്ട് ഈസ് ഇറ്റ് എഫക്ട് ഓഫ് ഇസ് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. എക്സസ് ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്തുവാണ്? പ്രൈസ് കുറയുമ്പോഴത്തേക്കും ഡിമാൻഡ് കൂടുന്നതാണ് വെച്ചാൽ നമ്മുടെ സപ്ലൈയും കാട്ടി കൂടുതൽ ഡിമാൻഡ് മാർക്കറ്റിൽ വരുന്നതിന് നമ്മൾ എന്തെന്ന് എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സസ് ഡിമാൻഡ് എന്താണെന്ന് എഴുതുക, മീൻസ് സപ്ലൈയും കാട്ടി കൂടുതൽ മാർക്കറ്റിൽ ഡിമാൻഡ് വരുന്നതിന് എക്സസ് ഡിമാൻഡ്, അതിന്റെ ഗ്രാഫും വരച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പ്രോബ്ലം ചെയ്യാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മോഡലുള്ള പ്രോബ്ലം ആണ് ഇത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് 43 മുതൽ 48 വരെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്.
4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഗിവൻ ബിലോ ദ കൺസംഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്നത് A+BY എന്ന് തന്നിട്ടുണ്ട്. അതിൽ സി എന്ന് പറയുന്ന കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്, എ എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ ആണ്, ബി എന്ന് പറയുന്നത് MBC ആണ്, വൈ എന്ന് പറയുന്നത് ഇങ്ങോളം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ള എന്താണ് സേവിങ് ഫംഗ്ഷൻ ആണ് ഡിറൈവ് ചെയ്യാനുള്ളത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം.